അപ്പോൾ 90-ാം കോഴിയുടെ മുട്ട ഇത്തിരി വലിപ്പമുള്ളതായിരിക്കും. 60-ാം കോഴിയുടെ കോഴിമുട്ട ഇത്തിരി ചെറുതായിരിക്കും. ഒരു കോഴിമുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് അക്ഷമരായിരിക്കുന്നു. ഫസ്റ്റ് കോഴിമുട്ട എടുക്കാനുള്ള ഇത് എടുക്കും. ചൂടാറണം. കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ തടൻ തടയാ. അവരിയ്ക്കും നോക്കിയാൽ എന്തൊരു ഭംഗിയിലിരിക്കുന്നത്. 12, 13 ഇതിപ്പോൾ ഏത് കോഴിമുട്ടയാണ് ഭംഗി? ആഷാഢമാസം ആത്മാവിൽ മോഹം അവരാരുമറിയാതെ മുട്ടയിട്ടു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നേ ഒരു പരീക്ഷണ വീഡിയോ കേട്ടാ. പരീക്ഷണ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. അതായത് നമ്മുടെ കോഴിമുട്ടയില്ലേ, കോഴിമുട്ട നമുക്ക് ഏറ്റവും ടേസ്റ്റിൽ തിന്നാൻ പറ്റുന്നത് എത്ര സമയം വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങിയിട്ട് എടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഒരിത്. അത് വെള്ളം തിളച്ചിട്ട് അതിലിട്ടിട്ട് 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റ് 9 മിനിറ്റ് 10 മിനിറ്റ് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്നിട്ട് അത് പൊളിച്ച് അത് അതിൻ്റെ ഈ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെയുണ്ട് നടു പൊളിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അവസാനം ആകുമ്പോൾ കട്ടി ഇങ്ങനെ ഉറച്ച് അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ കോഴിമുട്ട എത്രയോ കൊല്ലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ടേസ്റ്റിൽ കിട്ടുന്നത് എത്ര ഇതാണെന്നുള്ളത് നിങ്ങളിന്ന് അറിയിക്കാനല്ല, എനിക്കും അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട് ഇതുവരെയിട്ട്. അപ്പോൾ അതാണ് ആ ഒരു സാധാരണ തിളപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ തിളച്ചു സിമ്മിലിട്ടിട്ട് പോകും. പിന്നെ വരും നമ്മൾ അങ്ങനെയാണ് കുറച്ച് സമയം ആ വെള്ളത്തിൽ തന്നെ എടുക്കും, പിന്നെ എടുത്ത് പച്ചവെള്ളത്തിലിടും. അങ്ങനെയൊക്കെയല്ല ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ കുറേ പേര് കുക്കറിലാണ് ഞാൻ പുഴുങ്ങുക ചെയ്യാറുണ്ട്. പിന്നെ അപ്പോൾ 1-2 കോഴിമുട്ടയൊക്കെ ആകുമ്പോൾ കുക്കറിൽ പുഴുങ്ങി മുതലാവില്ലേ? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലത്തെ കോഴിമുട്ടനെ എടുത്തോണ്ടത് ആദ്യം തന്നെ നമുക്ക് ഒരു ഡവറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളത്തിലേക്ക് മുട്ടയിട്ടിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെക്കില്ലോ, അത് നമ്മൾ തിളച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത്. നല്ല അതിനൊരു പരീക്ഷണത്തിന്റെ ഒരു സ്വഭാവം വരണ്ടേ. അതാണെങ്കിൽ ടേസ്റ്റ് എത്രാമത്തെ മിനിറ്റിൽ എത്ര മിനിറ്റ് സമയം തിളക്കണം എന്ന് പറഞ്ഞാൽ അതിന് മുതൽ അങ്ങനെ ചെയ്യാലോ അല്ലേ? ആര് ചെയ്യുന്നു ഇതൊക്കെ? നമ്മൾ ചെയ്യും. നോക്കിയാട്ടെ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെക്കിട്ട് അതിന് തന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരീക്ഷണം സ്റ്റോപ്പ് വാച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ വീഡിയോ ആണ്, അതൊന്നും അറിയില്ല. അതന്നെ നമ്മുടെ വീഡിയോകളില്ലേ സൂപ്പർമാൻ സിനിമ പോലെയാ. സൂപ്പർമാൻ സിനിമയിലെ ലാസ്റ്റ് ഇത് എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും, ഇത് എത്ര മിനിറ്റുള്ള ഷോ ആയിരിക്കും ആർക്കും പറയാൻ പറ്റില്ല, അറിയില്ല. അതുപോലെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ മലയാള സിനിമ, ഇംഗ്ലീഷ് അല്ല. ഈ ജയറാം ഇന്നസെന്റ് സിദ്ദിഖൊക്കെ ഉള്ള പടല്ലേ. ചില വീഡിയോകൾ ഞങ്ങൾ വിചാരിക്കും അയ്യോ ഇത് കുഞ്ഞൊരു റെസിപ്പി ആണല്ലോ, അത് വേഗം തീരില്ലോ എന്ന് വിചാരിക്കണതിൽ അതും ചിലപ്പോൾ 30 മിനിറ്റ് 32 മിനിറ്റ് ഉണ്ടാവും. കോഴിമുട്ട പുഴുങ്ങണത് അനാദികാലം മുതലേ തന്നെ നമ്മുടെ വീട്ടിലതല്ല, നമ്മുടെ വീട്ടിൽ പണ്ട് കോഴികളുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും നാടൻ കോഴികളുണ്ടാവും കേട്ടോ. നാടൻ കോഴികളുണ്ടാകുമ്പോൾ ഭയങ്കര തമാശയാട്ടാ. അല്ല ഞാൻ പറയുന്നത്, നാടൻ കോഴികളുണ്ടാകുമ്പോൾ ഭയങ്കര തമാശയാണ്. വീട്ടിൽ പെടകളുണ്ടാവും. ഒരു 3-4 പെടകളൊക്കെ നമ്മുടെ വീട്ടിലൊരു 3-4 പെടകളുണ്ടെങ്കിൽ ഈ പെടകൾ മുട്ടയിടാൻ്റെ ടൈമാവും. അപ്പോൾ 60-ാം കോഴി എന്ന് പറയുക. 2 ടൈപ്പ് നാടൻ കോഴികളുണ്ടല്ലോ. 60-ാം കോഴി ഉണ്ടായിരുന്നു, 90-ാം കോഴി ഉണ്ടായിരുന്നു. 60-ാം കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. 90-ാം കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി തുടിച്ചിട്ടുള്ള കോഴികളായിരിക്കും. അപ്പോൾ 90-ാം കോഴിയുടെ മുട്ട ഇത്തിരി വലിപ്പമുള്ളതായിരിക്കും. 60-ാം കോഴിയുടെ കോഴിമുട്ട ഇത്തിരി കൂടി ചെറുതായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ 60-ാം കോഴികളായിരുന്നു. അപ്പോൾ ഈ കോഴികൾ മുട്ടേൻ്റെ ടൈം ആകുമ്പോൾ എന്തിട്ടാണെന്നറിയോ, ഈ വലിയേട്ടനും മെയിനായിട്ട് വലിയേട്ടനാണ് കോഴീനെ പിടിച്ച് കൊണ്ടുപോയിട്ട് വലിയേട്ടൻ്റെ റൂമുണ്ട്, അച്ചാച്ചൻ്റെ റൂം എന്ന് പറയുക. നമ്മുടെ പണ്ടത്തെ ഒരു ഓടിട്ട ഒരു വീടുണ്ട്, അതിന് ചായ്പായിട്ട് സൈഡിൽ ഒരു റൂമുണ്ട്. ആ റൂം അച്ചാച്ചൻ കിടന്നുറന്ന റൂമായിരുന്നു. അത് പിന്നെ അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 1979 കഴിഞ്ഞപ്പോൾ വലിയേട്ടൻ അത് ഏറ്റെടുത്തു. അങ്ങനെ വലിയേട്ടൻ റൂമായി. അപ്പോൾ അച്ചാച്ചൻ്റെ റൂം എന്ന് പറയുക. ഈ കോഴി മുട്ടയിലാകുമ്പോൾ കൊക്കി അകത്തിയേണ്ട് കയറി വരും, സ്ഥലം നോക്കി വരും. ഈ കോഴിനെ ആൾ പിടിക്കും. അതല്ല ആർക്കാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചിട്ട് ഈ വലിയ വട്ടക്കൊട്ടയുണ്ട്, നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തിക്കാൻ കൊണ്ടുപോകുന്ന കൊട്ടകളുണ്ട്. വലിയ കൊട്ട, അതിലൊരു 3 പറയൊക്കെ നെല്ല് കൊള്ളും. അങ്ങനത്തെ വലിയ കൊട്ടകൾ നമ്മുടെ വീട്ടിൽ 2-3 കൊട്ടയൊക്കെ ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടാവും, നെല്ലുള്ള വീട്ടിലൊക്കെ ഉണ്ട്.
ഈ കൊട്ടയും ആളെടുത്തിട്ട് റൂമിൽ ഈ പെടനും പിടിച്ച് കൊണ്ടുപോയിട്ട് ആ റൂമിൻ്റെ മൂലയിൽ കൊണ്ടുപോയിട്ട് പെടന അതിൽ വെച്ചിട്ട് ഈ കൊട്ട കൊണ്ട് ഇങ്ങനെ കമത്തി വയ്ക്കും. എന്നിട്ട് വാതിലടച്ചിരിക്കും. ആ കോഴി മുട്ടയിടുന്നവരെ കാത്തിരിക്കും. ഒരു കോഴിമുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് അവസാനം കോഴി മുട്ടയിടും, അത് കിട്ടും. അത് കിട്ടിയിട്ട് അത് ആ കോഴിമുട്ട ഈ കഞ്ഞി അരി വയ്ക്കുന്നില്ലേ അതിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് എടുക്കുക. അത് പുഴുങ്ങുന്നവരെ കാതിരിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കുറേ ആണുങ്ങളുണ്ടല്ലോ, ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അപ്പം അടിച്ചെടുത്തോണ്ട് പോകും, മുട്ട അടിച്ചെടുത്തോണ്ട് പോകും. അല്ല, കോഴികൾ മുട്ടയിടാൻ തുടങ്ങി ഒരു 10-15 ദിവസം ഒക്കെ അടുപ്പിച്ച് മുട്ടയിടും. അപ്പം അപ്പോൾ ആ 15 ദിവസത്തെ മുട്ടയും വലിയേട്ടൻ തന്നെ എടുക്കുക. അങ്ങനെ കിട്ടുന്നവര് ആർക്കാണ് ആ കോഴിനെ കിട്ടിയെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും. മനസ്സിലായ കോഴികൾ അല്ലാന്ന് ഒരു ദിവസം ഇപ്പൊ വലിയേട്ടൻ എടുത്തു, പിറ്റേ ദിവസം അപ്പോൾ ആൾപ്പാടി ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടും. ഇപ്പോൾ നമുക്കായിരിക്കും കിട്ടാൻ. നമ്മളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കോഴിമുട്ട പുഴുങ്ങല്ല ചെയ്യുക, ഓംലെറ്റ് അടിക്കും. അതുകൊണ്ട് ആ കോഴിമുട്ടയ്ക്ക് ഒരു പ്രത്യേകത മഞ്ഞ കളറായിരിക്കും. ഓംലെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളർ കൂടെ. നമ്മുടെ കോഴിമുട്ടയ്ക്ക് അതെ വാങ്ങിക്കണ കോഴിമുട്ട പോലെയല്ല, മറ്റേ വെള്ള കളറിൽ നമ്മൾ വാങ്ങിക്കണില്ലേ വൈറ്റ് ലഗോണിന്റെ മുട്ട, അതിനൊരു ലൈറ്റ് യെല്ലോ കളറല്ലേ, പക്ഷെ ഇത് നല്ല മഞ്ഞ കളറായിരിക്കും. പണ്ട് കാലത്തെ കോഴിമുട്ട ചരിത്രമൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കഥകളുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയാണ്. മൂടുന്ന തിളയ്ക്കും. ഒരു മിനിറ്റ്. വെള്ളം മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം തിളയ്ക്കും. ഈ ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ് മരിച്ചത് ഇന്നലെയാണ് മരിച്ചത്. അയ്യോ എന്തൊരു നല്ല പാട്ടുകളല്ലേ. എനിക്ക് ആളെ പാട്ട് എപ്പോഴും ഓർമ്മ വരുന്ന പാട്ട് ഏതെന്ന് അറിയൂ? ഞങ്ങൾ 1978 അങ്ങോട്ട് സിനിമയ്ക്ക് പോകുമ്പോഴാണ് ഞാനും അല്ലേണ്ണ കൂടിയിട്ട് ഒല്ലൂർ ഡേവിസിലെ സിനിമയ്ക്ക് പോയപ്പോഴാണ് ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ ആ പാട്ട്. അതാളെ പാട്ടായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഈ അടുത്തറിയുന്നത്. ഇതാ ആഷാഢമാസം അധികം പേര് കേട്ടിട്ടില്ല എന്നുണ്ടല്ലേ. ആ പാട്ട് നീ പാടിക്ക്. അതിപ്പോ മൊബൈൽ നോക്കി പാടിക്കൂടെ? ഞാൻ അടുത്തോണ്ടരാ. കണ്ണാടി വേണം. മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഗക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു, അതരം കൊണ്ടതരത്തിൽ അമൃതു നിവേദിക്കും അസുലഭമതി അറിഞ്ഞു ഞാൻ. അതെ, പാട്ടിന് നമ്മൾ അല്പസമയം ഇത് കൊടുത്തു. അവിടെ അപ്പുറത്തെ ഗ്രില്ലിൻ്റെ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ പാട്ട് പാടിയ ശരിയാവില്ല. ഇതെല്ലാം ഒരുമിച്ചിട്ടല്ല കറക്റ്റ് ആവുള്ള സ്ഥലത്ത്. അപ്പം എന്തൊരു ചെയ്യാൻ ഇതെങ്കിലും ഒരുമിച്ചിടാൻ പറ്റാ? ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ പ്രശ്നമല്ല. ചോദ്യം അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് ഇതാകുമ്പോൾ ശരിയാവില്ലല്ലോ. ഒരു മിനിറ്റ് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊന്ന് കെടുത്തി വിലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കോഴിമുട്ടയിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കും. ഇതിലിട്ട് വയ്ക്കണം കേട്ടോ. ആദ്യം 3, 2, 5, 5, 2, 7, 7, 2, 9 പത്രം കിടന്നോട്ടെ. ഒരു മിനിറ്റ് കൂടി കൂടിക്കോട്ടെ. ഇനി കത്തിക്കണം കേട്ടോ. തിളയ്ക്കുക എന്നുള്ളതാണ്. മൂടി വയ്ക്കാൻ തിളക്കട്ടെ. തിളച്ചു തുടങ്ങിയിട്ടാണ് ഓരോ സമയം നോക്കണ്ടേ കേട്ടോ. എന്നിട്ട് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്തെടുത്തോണ്ട് വയ്ക്കും. അല്ല ഓരോ മിനിറ്റ് 5 മിനിറ്റ് തൊട്ടിട്ട് 5, 6, 7, 8, 9 ഇങ്ങനെയാണ്ട് എടുത്ത് പൂട്ടാ തിളയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ക്രമമായിട്ട് ഇത് ഇങ്ങനെയായിട്ട് വരിയായിട്ടാണ് എടുത്ത് വയ്ക്കില്ല. നമ്മൾ ഗിന്നസ് റെക്കോർഡിൻ്റെ ആളുകളൊന്നും ഇല്ല. അല്ല ഇതിന് ഗിന്നസ് റെക്കോർഡിൻ്റെ എന്നിട്ടല്ലേ ഇല്ല, ക്രമമായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ചു. നോക്കട്ടെ വെച്ചോ. ഇനി ഇവിടുന്ന് ആക്കിയ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ നമ്മൾ 5 മിനിറ്റ് ആകുമ്പോൾ എടുക്കും. അയ്യോ, ഒരു കോഴിമുട്ട പൊളിഞ്ഞു. അല്ല, ഒരു കോഴിമുട്ട ഇതിന്ന്. അപ്പോൾ ആ കോഴിമുട്ട വേണ്ട, നമുക്ക് ഒരെണ്ണം കളയാം. 9 മതി. ശേ, എന്തൊരു കഷ്ടം നോക്കിയത്. ഒരെണ്ണം കണ്ടാ അത് ഏത് ലീക്കായി ചെയ്ത് ഒരെണ്ണം. ഏത് ലീക്കായി ചെയ്താ ഇങ്ങനെ അത് ലീക്കായിപ്പോൾ എന്തൊരു കുഴപ്പമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സെൻട്രൽ ബി ഇരിക്കണതാ. ഇതാ അതുകൊണ്ടാണ് പൂണ് കാണുന്നത്. അതിന് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം 9 കോഴിമുട്ട മതി. എത്ര മിനിറ്റായി? 50 സെക്കൻഡ് ആയിട്ടുള്ളൂ. അല്ലേ അത് ഞാൻ തോന്നുന്നുണ്ട്. അത് മറ്റേത് പൊന്തി എടുക്കണ്ടല്ലോ ആ മുട്ട. ഇതാണ് പൊളിഞ്ഞിട്ടുള്ളത്. ആണോ? അപ്പൊ 2 പൊട്ടിയുണ്ടാ? 2 പൊട്ടിയുണ്ട് ചേട്ടാ. ഇതിന് കുഴപ്പമില്ല. അപ്പൊ അതിന്റെ ഇത് പോയില്ലേ കുറച്ച് സെക്കൻഡ് കുറഞ്ഞോട്ടോ. അല്ലേ നിർത്തിയില്ല. പത അല്ലേ? പത കോഴിമുട്ട പൊട്ടണത് നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട പെട്ടെന്ന് പൊട്ടും. എത്ര മിനിറ്റായി? 2 മിനിറ്റ് കഴിയുന്നില്ല സമയം. എന്താ തീ ഇത്തിരി കുറയ്ക്കണ? ഭയങ്കര തീയ. തിളച്ചാൽ മതി വെറുതെ. നൈസ് തീ മതിയില്ല. കുഴപ്പമില്ല. കോഴികൾ തിക്കൂടും മുട്ട ഇടാനായിട്ട്. അപ്പൊ അങ്ങനെ അവര് അത് കാരണം കൊണ്ടാ മുട്ട നമ്മുടെ ചിലതിന് ചിന്നലുണ്ടാവും ചെറുതായിട്ട്. അറിയില്ല, നമുക്ക് നോക്കുമ്പോൾ തോന്നില്ല. പക്ഷെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇതിലിടുമ്പോഴാണ് ഇങ്ങനെ വരാം. സമയം 4:50, 51, 52, 53. അക്ഷമരായിരിക്കുന്നു. ഫസ്റ്റ് കോഴിമുട്ട എടുക്കാനുള്ള ഇതിട്ടാ. ഫസ്റ്റ് കോഴിമുട്ട ഒരെണ്ണം എടുത്തു കേട്ടാ. 5 മിനിറ്റ് ആയുള്ളൂ. ആ ശരി, 5 മിനിറ്റ് ഇതോടെ വയ്ക്കാം. ഒരു സെക്കൻഡ് മുന്നേ ചേട്ടൻ എടുത്തു കേട്ടാ. കുഴപ്പമില്ല. ഇവിടെ വയ്ക്കാം. പറഞ്ഞില്ല അത് വെച്ചോട്. ഇല്ല ക്രമം അടുത്ത് ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ പോകും. 6ാമത്തെ മിനിറ്റ് അല്ലേ? ഇപ്പൊ എവിടെ 6ാമത്തെ മിനിറ്റ്? ഇനിയിപ്പോൾ ഇവിടെ തന്നെയാവും. 57, 58, 59. യെസ്, 6 മിനിറ്റ്, കൃത്യം 6 മിനിറ്റ്. രണ്ടാമത്തെ എടുത്തു. ഇതിന് ചിന്നലുണ്ട്. രണ്ടാമത്തെ ഇപ്പുറത്തിട്ട് അങ്ങനെ പിന്നിലേക്ക് വരുന്ന കേട്ടാ. ഓരോ വക തമാശ പരീക്ഷണങ്ങൾ. എല്ലാ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ എത്രാമത്തെ മിനിറ്റിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഗുണം ചെയ്യണ വീഡിയോ ആണെന്ന് അറിയത്. അതന്നെ അത് വെച്ച് അത്ര മിനിറ്റിൽ നമ്മൾ അലാറം വെച്ച ആ മിനിറ്റിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാലോ. അല്ല, നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ടല്ലേ, ഇതേ വേവ് ഇതാവണമെന്നില്ലല്ലോ മറ്റേ കോഴിമുട്ടക്ക്. അത് വ്യത്യാസം ഉണ്ടാവില്ലേ? കോഴിമുട്ടയ്ക്ക് ഏകദേശം വേവ് കണക്കാവും. ചേട്ടാ മൂന്നാമത്തെ ഇരിക്കണു കേട്ടാ. ഇനി ലാസ്റ്റ് ഒരാൾ കൂടി ഇതെടുക്കണം. അവസാനത്തെ ചൂടാറണം. ചൂടാറട്ടെ. ഇത് പൊളിക്കും. അപ്പം അറിയാം നമുക്ക്. അപ്പം നമ്മുടെ 9 കോഴിമുട്ടകളും ചൂടാറാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ വിജയിച്ചു പോയില്ല. അത് 10 9 3, 6, 9. ഇതേണ്ട ഫസ്റ്റേന് ഭയങ്കര ഇതുവരെ ചൂടാറിയിട്ടില്ലേ. കുറച്ച് നേരം കൂടി ഇരുന്നു. അവർ വെൽഡിങ് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരിതിന്ന് പാട്ട് പഠിക്കുക. ആഷാഢമാസല്ലേ? യുദ്ധഭൂമി. മ്യൂസിക് RK ശേഖർ, ലിറിസിസ്റ്റ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സിംഗർ വാണിജ്യറ. ഏറ്റവും കൂടുതൽ ആളുടെ പേര് കേൾക്കണത് എവിടെയാണെന്നറിയോ? ഈ തെലുങ്ക് സിനിമ ഡബ് ചെയ്യില്ലേ, ഡബ് ചെയ്യുമ്പോൾ പാട്ട് മാത്രമല്ലോ സ്ക്രിപ്റ്റ് ഡയലോഗ്സും ആളെന്നെയല്ലേ മാറ്റാറ്. പറയില്ലേ? യുദ്ധഭൂമി സിനിമയുടെ പേര് യുദ്ധഭൂമി. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു. അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു. അങ്ങയോടൊത്തെൻ്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം
അനുരാഗമധുരമാമന്തരീക്ഷം വിതുരയാം രാധയെപ്പോലെനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ഈ പാട്ടിൻ്റെ അന്ന് ഒരു പാരഡി ഉണ്ടായിരുന്നു, വീടിരായപ്പിൻ്റെ എന്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ആ പാട്ട് എന്തിരുന്നറിയോ? ആശാൻ്റെ കോഴി അവറാൻ്റെ വീട്ടിൽ അവരാരുമറിയാതെ മുട്ടയിട്ടു. എനിക്ക് അടുത്ത വരികൾ ഓർമ്മയില്ല. ഇനിൻ്റെ വരി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പാട്ടുള്ള കേട്ടിട്ടില്ലല്ലോ. വീടിരായപ്പിൻ്റെ ആവാം, അന്ന് കേട്ടിട്ടുള്ളതാണ്. അന്ന് പാരഡി പാട്ടുകളുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഒരു കാലഘട്ടം വരയ്ക്കുണ്ടായിരുന്നു അല്ലേ, നാദൃഷയൊക്കെ എഴുതുന്ന. അവരില്ല, എനിക്ക് അവരൊക്കെ മുന്നിലാണ്. കാസറ്റുകൾ ഓരോ കൊല്ലം ഓണത്തിന് ഇറക്കി വിടുന്നു അല്ലേ അവര്, ദേമാവേലി കുമ്പത്ത് അതൊക്കെ 1987 ആ സമയങ്ങളിലൊക്കെ അല്ലേ. ഞാൻ 1981, 82, 83 വെടിരായപ്പിൻ്റെ കഥാപ്രസംഗം എവിടെയുണ്ടോ അവിടെയൊക്കെ കാണാൻ പോകും ഞങ്ങള്. ആളൊരു തുടക്കം തന്നെ ഉണ്ട്. കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ല് വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്ത് കീച്ചരുതേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അനുരാധയുടെ ഒരു ഡാൻസിൻ്റെ ആള്, അനുരാധയില്ലേ പണ്ടത്തെ മാതക നടി കളിക്കുന്ന ഒരു ഡാൻസ് ആൾ കളിക്കുക. അവസാനം എനിക്ക് ആ ഡാൻസ് അറിയില്ല, പിൻവശമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ജാതി കളിച്ചിട്ട് എന്തൊരു കളിയെന്നറിയോ? വീടിരായപ്പൻ്റെ കഥാപ്രസംഗങ്ങളെ സ്ഥലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂഴിയില്ലേ, മണ്ണ് വാരി ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് വീഴില്ലെന്ന് പറയില്ലേ, അത്രയ്ക്ക് ജനങ്ങളായിരിക്കും. ഞാൻ കേട്ടിട്ടേ ഇല്ല ആളുടെ കഥാപ്രസംഗത്തിനെ കുറിച്ച്. ഇല്ലേ, ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചേട്ടനെ ഓരോ പാട്ടൊക്കെ പാടാറില്ലേ, ഈ ചികിയെന്ന് സുന്ദരി. അയ്യോ ഏത് പാട്ടാന്നറിയോ? പ്രിയേ നിന്റെ കൊര, ചികയെന്ന സുന്ദരി, പൊത്തുപുത്രി, പിന്നെ പൊത്തുപുത്രി എന്ന് പറഞ്ഞ പാമ്പതി. പൊത്തുപുത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലീരെ തോരപ്പൻ്റെ. മറ്റേത് ഈ അമിട്ട് അക്കിടി ഭാസ്കരൻ. അത് അക്കിടി ഭാസ്കരൻ. ആ പാട്ടാണ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. 30 വയസ്സെനിക്കായി, ഓ 30 വയസ്സെനിക്കായി, മേരിക്ക് പിള്ളേര് 4 അയലത്തെ വീട്ടിലെ ഗ്രേസി 3 4 കെട്ടി, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കെട്ടിക്കാനായി കയ്യിൽ കാശില്ല, ഓടിപ്പോകണോ തൂങ്ങണോ മദറേ, എൻ മദറേ മദറേ, ഉണരൂ നീ സുമറാണി. ആ പാട്ടും ചെയ്യണത് എന്തൊരു നല്ല പാട്ടല്ലേ. അല്ല പാരഡി കേൾക്കാൻ നല്ല രസമുണ്ട്. വീടിരായപ്പിൻ്റെ പാരഡീനെ വെട്ടാൻ ഒരെണ്ണത്തിന് പറ്റില്ല, അത്രയും രസമായിരിക്കും. ഇത് ചൂടാറി ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് തുടങ്ങാം അല്ലേ, അല്ലെങ്കിൽ ഒന്നും കഴിയില്ല. അതിന്റെ തോട് പൊട്ടിക്കാൻ പറ്റും, ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇതിന്റെ വെള്ള. അപ്പോൾ ഒന്നാമത്തെ തോട് പൊട്ടിയാട്ടോ, ഒന്നാമത്തെ ഇരിക്കുന്നു 5 മിനിറ്റ് ഇങ്ങനെ പൊട്ടിക്കാൻ. ഇത് ചൂടുണ്ട്, അതിന് നീ പൊളിച്ച നീ പൊളിക്ക് നിൽക്കാൻ അതിൻ്റെ രീതിയിലുള്ള പൊളിക്കലറിയാം. പൊളിച്ചോ? അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഇത് ശരിക്കും ആവാത്തതായതുകൊണ്ട് ഒരു ബുളുബുളുമായിട്ട് ഇരിക്കണ്ടോ. ഫസ്റ്റ് അതൊരു വെള്ളത്തിലിട്ട് വെച്ചാലോ ചേട്ടാ? അത് പാടില്ല, തന്നെ ചൂടാറി കഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ സരിത ഈ വീഡിയോ വളരെ സിമ്പിളാന്ന് ചോദിക്കും, ഈ വീഡിയോ ഇത്തിരി ബുദ്ധിമുട്ട് ചേട്ടാ. ഒരെണ്ണം പൊളിച്ചു ഫസ്റ്റത്തേട്ടാ, 5 മിനിറ്റിൻ്റെ. ഇത് എവിടെ ഇരിക്കണ്ടേ? ഇങ്ങനെ വെച്ചാൽ മതിയോ? കഴുകിട്ട് വരാം. മറ്റേ അത് ലാസ്റ്റ് കഴിയാൽ മതി. അല്ല അതിന്റെ തോടിന്റെ അംശങ്ങളുണ്ടാവും, കളയണ്ടേ? ലാസ്റ്റ് ഒരു വെള്ളത്തെ ഇതിലെടുത്തിട്ട് കഴിക്കാൻ മതി, കുഴപ്പമില്ല. കുറച്ചുണ്ട്. ഇനി ഇതിനൊരു തല ചൂട് നീ എടുത്തേക്ക്. 6 മിനിറ്റ് എത്തിയത്. അപ്പം നീ എൻ്റെ പൊളിക്കാൻ പറ്റിയ പൊളിച്ചോ, അങ്ങനെയാണ് പറ്റി നേരം കളയണ്ട. നല്ല ചൂട് എന്താ അപ്പം എടുക്കാം, അവിടെ നിന്ന് വെച്ചോ ജഗ് ട്യൂഷൻ പോയി വെക്കാം. നോക്കണം. അത് കൂളായിട്ട് വന്നുണ്ട്. ശരി നോക്കിയാൽ കണ്ട നല്ല വൃത്തിയായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ
6-ആമത്തെ മിനിറ്റ് കേട്ടാ. 6-ആമത്തെ മിനിറ്റിൻ്റെയാണ് ഈ വെച്ചുകൊണ്ടത് കേട്ടാ. സരിത പൊളിക്കുന്നത് 7-ആമത്തെ, ഞാൻ 8-ആമത്തെ ഇരിക്കണം. ക്ലിയറായിട്ട് പോയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ പോള് 7 അത് 8 അല്ലേ? ഇത് നല്ല ചൂടാ ചേട്ടാ. സമാധാനം മതി. എത്രാമത്തെ? 8. 5, 6, 7, 8. നീ പിടിച്ചോണത് 9 അല്ലേ? ചൂടുണ്ടല്ലോ ഇത്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അത് പൊളിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വെള്ളമടക്കം പോരുന്നു. ആകെ എല്ലാ സ്ഥലം തല്ലി പിടിക്കട്ടെ. കിട്ടുന്നുണ്ട് അല്ലേ? 9, ഇത് 10. സരിത 10 അല്ലേ? 10. ഞാൻ 11 എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് 12. ഇവിടുന്ന് അടുത്ത് തൊലി പൊളിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിരി കണ്ട, കൂടുതൽ വെന്ത് കഴിഞ്ഞാലേ തൊലി പൊളിക്കൽ എളുപ്പമായിരിക്കും. 12-ആമത്തെ ഇത്തിരി പൊട്ടിയിട്ടായിരിക്കണം ഓൾറെഡി. ഉള്ളിലേക്ക് വെള്ളം കയറി ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കുഴപ്പമാവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റിനെ ബാധിക്കും ഉള്ളിൽ വെള്ളം കയറി ഉണ്ടെങ്കിൽ അല്ലേ. ഇത് വളരെ സുഖമായിട്ട് പൊളിച്ചു വന്നു കേട്ടാ. കണ്ട, അത് വളരെ ഇതേതായിരുന്നു? 12. 13 ഞാൻ പൊളിക്കുന്നു. കണ്ട, ലാസ്റ്റ് ആയപ്പോൾ വേണ്ട, വളരെ ഈസി ആയിട്ട് പൊളിച്ചു. അതായത് കൂടുതൽ നേരം വെന്ത് കഴിഞ്ഞാലേ പൊളിക്കാനുള്ളത് വളരെ എളുപ്പമാണ്. കണ്ട, ഇത് ശരിക്കാവാത്ത മുട്ട പൊട്ടിയതല്ലേ? അത് ഫസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റി തന്നെ. ഇത് ഞാൻ ഇമ്രാന് കൊടുക്കാം. അത് എടുത്ത് വെച്ചു. ഇനി ഒന്ന് ചൂടാറട്ടെ. അവരിയ്ക്കുന്നു, നോക്കിയാൽ എന്തൊരു ഭംഗിയിലിരിക്കുന്നത്. നമ്മൾ നൂലെടുത്തിട്ട് അതിൻ്റെ നടുവ് വെച്ചിട്ട് മുറിച്ചുകൂടെ? അവിടെ തന്നെ വെച്ചിട്ടാക്കണം. അതെ, 5 ഫസ്റ്റ് തിരിക്കണം കേട്ടോ. 5 മിനിറ്റ്. ഷാപ്പിൽ നൂലെടുത്തിട്ട് ഒറ്റ മുറിക്കില്ല. കണ്ട, ഫസ്റ്റത്തെ 5 മിനിറ്റിൻ്റെ കോഴിമുട്ട ഇങ്ങനെയാണ്. ഇനി 6-ആമത്തെ മിനിറ്റിൻ്റെ എടുക്കാം കേട്ടാ. കണ്ട, ഇത് എങ്ങനെ വയ്ക്കുക ഇവിടെ ക്രമമായിട്ട് എങ്ങനെ വയ്ക്കുമ്പോൾ? അതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചോ. 6 മിനിറ്റിൻ്റെ ഇത്തിരി കൂടിയും മഞ്ഞ കളറായി. 6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടാ, ഇതിൻ്റെ മഞ്ഞ ഇത്തിരി കൂടി കളർ. ഇതെവിടെ വയ്ക്കുക? കണ്ട, ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും വെന്തിട്ടുള്ള പോലെ ആയിട്ടില്ല 7-ആമത്തെ. ഇനി അടുത്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ആയിട്ടില്ല, ഏറ്റവും നടുക്ക് ഭാഗം കോറായിട്ടില്ല. ഇത് ഇത്തിരി അയ്യോ, ഇതെൻ്റെ മുറിക്കൽ ശരിയായില്ല. ഇത് ഇത്തിരി കൂടിയും അത് ഇത്തിരി കൂടി മഞ്ഞ കളറ്, മഞ്ഞ ഉറച്ചു. പക്ഷെ സെന്റർ ഇങ്ങനെയാണല്ലോ ഇരിക്കണല്ലേ. അതെൻ്റെ ചെത്തി, ഇതെൻ്റെ കുഴപ്പമാണ് നൂല്. ഇനി അടുത്തിട്ടാ. ഇതിപ്പോൾ എല്ലാം കഴിച്ചു നോക്കണ്ട, അപ്പോഴല്ലേ ടേസ്റ്റ് ഏതാണെന്നറിയാം. സ്വല്പം കഴിച്ചു വയ്ക്കാൻ മതി. ഇതിന് മഞ്ഞ കളർ കൂടി കണ്ട. മഞ്ഞ കളർ കുറയല്ലേ ഇത്? ഇതല്ല ഡാർക്ക് അല്ല, ഇത് വെന്തിട്ടില്ല ശരിക്കും. വെന്ത് വരും തോറും മഞ്ഞ കളർ കൂടി വരുന്നുണ്ട. അടുത്തത് അയ്യോ, ഇതെൻ്റെ മഞ്ഞ അതും ചെത്തി പോകുന്ന. ഇതേ അടുത്തത് കേട്ടാ. അടുത്തത് നല്ല മഞ്ഞയായി. അയ്യോ, ഇത് മുറിച്ചത് ഇങ്ങനെ അത് തെറ്റി പോണതാണ്ടി. മുറിക്കാണ്ട് നോക്കിയേ. ഓക്കെ. ആഹാ, ഇതിപ്പോ എത്രാമത്തെ? അത് 12-ആം മിനിറ്റ്. 13-ആമത്തെ മിനിറ്റ് ലാസ്റ്റത്തെ കേട്ടാ. ഓക്കെ, എടുത്ത് നോക്കാം. എല്ലാതും ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട. അപ്പോൾ 13 ഇതേട്ടാ. ഒന്ന് പറയട്ടെ, നോക്കിയ ക്രമം പറഞ്ഞിട്ടെ. 5 ഈ 5, 6, 7, 8, 9, 10, 11, 12, 13. ഇതിപ്പോൾ ഏത് കോഴിമുട്ടയാണ് ഭംഗി? കണ്ട, ഭംഗിയല്ലല്ലോ നമുക്ക് അറിയണം, ടേസ്റ്റ് അല്ല പറയണ്ടേ. കറക്റ്റ് വെന്തിട്ടുള്ളത് ഏതായിരിക്കും? ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കില്ലേ, കഴിച്ചു നോക്കണ്ടേ? ചേട്ടൻ കഴിച്ചോ? അയ്യോ, ഇത് നശിപ്പിക്കാൻ തോന്നില്ല. ഇതിനെ കണ്ടിട്ട് കൊതിയാവുക. ിരിക്കോ ചോട്ടാ മുംബൈയിലത്തെ സിദ്ദിഖ് കുപ്പികാലത്തിടുന്ന പോലെ ഡാൻസ് കളിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോക്കണം. 5 മിനിറ്റിൻ്റെ ആദ്യം എടുക്കുകയാണ്. ഞാനെല്ലാം മുഴുവൻ തിന്നാൻ പറ്റില്ല എനിക്ക്. ഞാനൊരു അല്ല, ഏറ്റവും ടേസ്റ്റ് ഏതാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ചേട്ടന് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു സാധനം എനിക്ക് തോന്നാം. 5 മിനിറ്റ് രസമല്ലേ? രസമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അത്രയും രസം ഉണ്ടാവില്ല.
ഇത് അത്ര കുഴപ്പമില്ല. ഇനി ഇത്തിരി മഞ്ഞുള്ളത് കേട്ടാ. 7 മിനിറ്റിൻ്റെ കുഴപ്പമില്ല. ഇനി 8 മിനിറ്റിൻ്റെ. ഇത് ഒരു രസം ഉണ്ടാവാൻ തോന്നുന്നുണ്ട്. 8 മിനിറ്റ്. ജഗന്നാഥൻ കറക്റ്റ് 8 സമയത്ത് മിനിറ്റും പോരാ. എഗ്ഗും കൂടെ വന്ന മുട്ട ടേസ്റ്റ് ചെയ്യാനായിട്ട് പുഴുങ്ങിയത് 9 മിനിറ്റിന് ഇട്ടോട്ടെ. 9 മിനിറ്റ് കറക്റ്റാ. അതെ 10 മിനിറ്റ് നോക്കിയോട്ടെ. പല സമയത്ത് ഇത് 5 മിനിറ്റ് മാത്രം പുഴുങ്ങിയത്. ഇത് 6 മിനിറ്റ് 7 8 9 9ഉം 10ഉം കുഴപ്പമില്ല. 15 മിനിറ്റിന് കഴിച്ച് നോക്കിയാൽ കഴിച്ചു നോക്കേ. പകുതി കഴിച്ചാൽ മതി. എന്നിട്ട് 12 മിനിറ്റിന് കഴിക്കുക. അതിന് കണ്ട അതിന് നീല കളറായിട്ടുണ്ട്. വെള്ളയ്ക്ക് നീല കളറായിട്ടുണ്ട്. നന്നായി പുഴുങ്ങുമ്പോഴേ കൂടുതൽ സമയം തോറില്ല. പക്ഷെ ഇതിന് വന്നിട്ടില്ലല്ലോ. 11 മിനിറ്റിന് 12 മിനിറ്റിന് വന്നിട്ടില്ലല്ലോ. ചെറുതായിട്ട്. ഇതിപ്പോ ഇനി മനസ്സിലാവാ. അല്ല ഇനി മനസ്സിലാവാനില്ലല്ലോ. 3 മിനിറ്റ് വേവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഉള്ളുവാക്കി ഇങ്ങനെ അരിഞ്ഞാനിരിക്കണം. 3 മിനിറ്റ് ഇരിക്കാൻ പാടുള്ളൂ. നമ്മൾ 5 മിനിറ്റ് തന്നെ അടുത്തത്. ഏതായിട്ടും ടേസ്റ്റ് തോന്നിയത് 7 മിനിറ്റാ. 7 8 ഒക്കെ 9 ഒക്കെ ഓക്കെയാണ്. 7 8 9 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല കേട്ടാ. വല്ലാണ്ടാണ്ട് പോകണ്ട, കുഴപ്പമില്ല. കുരുമുളക് പൊടിയും എടുത്തോ കഴിച്ചോ. ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നത് 7 8 9 മിനിറ്റുകളൊന്നും കുഴപ്പമില്ല. 10ഉം 11ഉം 12ഉം 13 ആകുമ്പോൾ ഇത്തിരി മുറുക്കം കൂടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഏത് മഞ്ഞകരുവിന്. വെള്ളയ്ക്ക് അത്ര മുറുക്കം വന്നില്ല. എനിക്കറിയില്ല. ആണെങ്കിൽ ഏതെങ്കിലും തിന്നെ. ഞാൻ നേരത്തെ കഴിച്ചതിന്റെ വെള്ള കുറച്ച് പുളിപ്പുളുമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട തന്നെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് തിന്നാനായിട്ട്. ഇപ്പോൾ ഇത്തിരി ഉറച്ചതാ. അത് ഏതാണാവോ. നമ്മൾ പുഴുങ്ങുമ്പോൾ 7 8 9 മിനിറ്റ് മതി അല്ലേ. കണ്ടമാനം നേരം തിളപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷണം. ഒരു കോഴിമുട്ട ഇമ്രാനോടൊക്കെ വേണം. ഇമ്രാനെ കഴിച്ചു വരണം. ചാർലിക്ക് കൊടുക്ക്. ഇമ്രാൻ കഴിച്ചോട്ടാ. ആ ടടാൻ ടടേ കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. എന്ത് കടിച്ചിരുന്നു. ചിക്കൻ്റെ എല്ലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് വിഴുങ്ങ മുഴുവൻ കടിക്കാണ്ട്. ആ മഞ്ഞിന് ആദ്യം തിന്നണത് ആള് കണ്ട മഞ്ഞ. നമ്മൾ ബാക്കിയുള്ള കുരുമുളകിലേ കുരുമുളക് കോഴിമുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് നമ്മുടെ സുമേഷിൻ്റെ പിള്ളേരുകൾ വെള്ളിയുണ്ടല്ലോ അവർ പണി കഴിഞ്ഞ് പോവായി. അപ്പോൾ അവർ കഴിക്കുമെന്ന് ചോദിക്കാം. സുമേഷ് മുട്ട പുഴുങ്ങിയത് കഴിക്കാത്ത കോഴിമുട്ട പുഴുങ്ങിയതിന് അത് 5 മിനിറ്റിൽ പുഴുങ്ങിയത്. പിന്നെ 6 7 8 9 10 11 12 അങ്ങനെ അല്ലേ. എന്താ വ്യത്യാസം ഉണ്ടാ. എന്നാൽ അവർക്ക് കൂടി കൊടുക്ക്. കഴിക്കില്ലേ? കഴിക്കില്ലേ. നിർബന്ധിക്കണമെന്ന്. അതിൻ്റെ ഒപ്പം വേറെ സാധനം കൂടി വേണമല്ലേ. പെട്ടെന്ന് കഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായാലോ വെച്ചിട്ട്. കുരുമുളക് പൊടി ചോദിക്കുമ്പോൾ രസം. അതെ രസമുണ്ട് കേട്ടോ. നല്ല ആളാ. നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കി. വെറുതെ അല്ല ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത്. പണിയെടുക്കാവത് വേണ്ടേ. നമ്മൾ വീട്ടിലത്തെ നാടൻ കോഴിമുട്ടയാ അതന്നെ വാങ്ങിക്കുന്നതല്ല. കഴിച്ചു നീ കഴിഞ്ഞു.